ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമുക്ക് നല്ല സ്രാവ് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്തരച്ചിട്ട് നല്ലൊരു കറി റെഡിയാക്കി എടുക്കാം. അതിന്റെ റെസിപ്പി എങ്ങനെയാന്ന് കണ്ടാലോ. 1 കിലോ സ്രാവ് മീന് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം. ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും, 2 പച്ചമുളക്, പുളിക്ക് ആവശ്യത്തിനുള്ള കൊടംപുളി, പിന്നെ വലിയൊരു പീസ് ഇഞ്ചി കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ വലിയുള്ളി അല്ലട്ട് എടുക്കേണ്ടത്, ചെറിയുള്ളി വേണം. ഒരു 20 ചെറിയുള്ളി 2ആയി കീറി എടുത്തതും. പിന്നെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടി, പിന്നെ 2 തക്കാളി, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിനായിട്ട് തേങ്ങയും ഒരു 4-5 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി മുളകും പൊടി ഒന്ന് വറുത്തെടുക്കണം. എണ്ണ ഒന്നും ഒഴിക്കാതെ വേണ്ട വറുത്തെടുക്കാനായിട്ട്. മല്ലിപ്പൊടി മുളകും പൊടി ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി കഴിയുമ്പോ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോ അതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഉലുവ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി കഴിയുമ്പോ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിന്റെ പച്ചമണമൊക്കെ നന്നായി മാറി കഴിയുമ്പോ അതിലേക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒന്ന് കുഴഞ്ഞ പോലെ ആയി വരുമ്പോ വേണ്ടിട്ട് നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കുറെ സമയം ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. പൊടി നന്നായിട്ട് വറുത്തെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇത് വേവിക്കാനായിട്ട് വെക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തടഞ്ഞിട്ടണം. തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇപ്പൊ ചേർത്ത് കൊടുത്താൽ മതി. പുളിക്ക് ആവശ്യത്തിനുള്ള കൊടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വേവാനായിട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് കുറുകാനായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം മീൻ ചേർക്കാനായിട്ട്. തക്കാളി എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മീൻ ചേർത്ത് കൊടുക്ക. മീൻ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ വേവാനുള്ള വെള്ളം കൂടി ചേർത്തൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഇതിലേക്ക് ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി.
നന്നായിട്ടൊന്ന് വറുത്തിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. മീൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് മീനൊന്ന് വെന്തോ നോക്കാം. മീനൊരു പകുതി വേവോളായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ വേവിക്കാനായിട്ട്. അപ്പോഴാണ് ഈ അരപ്പില് ചേർത്തിട്ടുള്ള കുരുമുളകിന്റെ ഉലുവേന്റെ ഒക്കെ ഒരു ഇതൊന്ന് മീനിന് പിടിക്കുള്ളൂ. ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ടൊന്നും കൂടെ വെന്ത് വരട്ടെ. മീനിന്റെ അരപ്പിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണാട്ടോടെ മൊത്തം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്രാവ് മീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.